2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നു കഴിയുമ്പോൾ ബി.ജെ.പിയുടെ നിറം മങ്ങിയ പ്രകടനത്തിന് കാരണക്കാരായ ചില പിന്നണി പോരാളികളെ കൂടി ഇവിടെ പറയേണ്ടത് ആവശ്യമാണ്. ഇന്ത്യയെ രക്ഷിക്കാൻ സമൂഹ മാധ്യമങ്ങളെ ചാട്ടുളിയാക്കി പൊരുതിയ യൂട്യൂബർമാർ, ചെറുപ്പക്കാർ തൊട്ട് മുതിർന്നവരെ വരെ ഒരുപോലെ ഏറ്റെടുത്ത ധ്രുവ റാഠി മുതൽ രവീഷ് കുമാർ വരെ ഈ പട്ടികയിൽ പെടുന്നു. കേന്ദ്ര സർക്കാരിന്റെയും ബി.ജെ.പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാൻ ഇവർ സധൈര്യം ഇറങ്ങുകയായിരുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഇവരെ കണ്ടതും കേട്ടതും. ഇവരിലൂടെ ജനം യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെ 400 എന്ന കൂറ്റൻ സംഖ്യ നേടുമെന്ന് വിളമ്പി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയവർക്ക് അടിതെറ്റുകയായിരുന്നു. ഒടുക്കം 240 കൊണ്ട് തൃപ്തിപ്പെടേണ്ടിയും വന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സോഷ്യൽ മീഡിയ അടക്കി വാണിരുന്നത് ബി.ജെ.പി ആയിരുന്നു. നിങ്ങൾ സത്യമെന്നോ വ്യാജമെന്നോ നോക്കേണ്ട, ബി.ജെ.പിക്ക് വേണ്ടിയുള്ളത് എന്തോ അതെല്ലാം സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കൂ എന്നായിരുന്നു മുമ്പ് അമിത്ഷാ ബി.ജെ.പിയുടെ സോഷ്യൽ മീഡിയ പോരാളികൾക്ക് നൽകിയ നിർദ്ദേശം. ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുകയായിരുന്നു ബി.ജെ.പി. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയിൽ ബി.ജെ.പിക്ക് കാലിടറുകയും ചെയ്തു. ധ്രുവിനെ പോലെ, അഭിഷേക് ബാനർജിയെ പോലെ നിരവധി പേർ മോദിയുടെ ഏകാധിപത്യ നിലപാടിനെയും വർഗീയ പ്രചരണങ്ങളെയും ജനാധിപത്യ വിരുദ്ധതയെയും വ്യാജ പ്രചരണങ്ങളെയും തുറന്നു കാട്ടി യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ അടക്കി വാണു. ധ്രുവിന്റെ വീഡിയോകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരുണ്ടായിരുന്നത്. മോദി ദ റിയൽ സ്റ്റോറി എന്ന ധ്രുവിന്റെ വീഡിയോ കണ്ടത് 27 മില്യൺ ആളുകളാണ്. വസ്തുതകൾ തുറന്നു കാട്ടിയും ചോദ്യമുയർത്തിയും ബി.ജെ.പിയുടെ വാട്സാപ്പ് സർവകലാശാലകളെ പൊളിച്ചടുക്കിയുമെല്ലാം ധ്രുവ് ചെയ്ത വീഡിയോകൾക്ക് ആരാധകർ ഏറെയായിരുന്നു. പ്രതിപക്ഷ നേതാക്കളടക്കം ധ്രുവിന്റെ വീഡിയോ പങ്കിട്ട് ബി.ജെ.പിയെ മുൾമുനയിൽ നിർത്തി. ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണയുണ്ടായിരുന്ന ഹിന്ദി ബെൽറ്റിൽ ധ്രുവിന്റെ വീഡിയോകൾ കത്തിക്കയറി. യുവാക്കൾ ധ്രുവിന്റെ വീഡിയോ ചൂണ്ടിക്കാട്ടി മോദി മീഡിയകൾക്ക് മറുപടി നൽകി. ബി.ജെ.പിക്കെതിരെ വീഡിയോ ചെയ്തതിന് കടുത്ത സൈബർ ആക്രമണമാണ് ധ്രുവിന് നേരിടേണ്ടി വന്നത്. എന്തിനേറെ പറയുന്നു, വധഭീഷണിയടക്കമുണ്ടായി. അപ്പോഴും ഇന്ത്യയെ രക്ഷിക്കുക എന്ന തന്റെ ദൗത്യത്തിൽ നിന്നും ഒരടി പിന്നോട്ട് പോകാൻ ധ്രുവ് തയ്യാറായിരുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ധ്രുവ റാഠി ട്രെൻഡിംഗ് ആയി മാറിയെന്നതാണ് സത്യം. മോദി സർക്കാരിന്റെ വിജയത്തിന് തിളക്കം കുറയ്ക്കാൻ ഒരു പരിധിവരെ സഹായിച്ചത് ധ്രുവ റാഠിയാണ് എന്നാണ് സൈബറിടത്തിലെ ഒരു സംസാരം. ഒപ്പം നെവർ അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ എന്ന ധ്രുവ റാഠിയുടെ പോസ്റ്റും ഇതിനോടകം വൈറലായി മാറുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചു കൊണ്ടിരിക്കുന്നതായിരുന്നു ധ്രുവിന്റെ വീഡിയോകൾ. കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ധ്രുവിന്റെ വീഡിയോകൾക്ക് ഉണ്ടായിരുന്നത്. ഏകാധിപത്യം ഉറപ്പിച്ചോ എന്ന പേരിൽ ധ്രുവ് ചെയ്ത വീഡിയോ ഇതിനോടകം കണ്ടത് കോടിക്കണക്കിന് ആളുകളാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ ഈ വീഡിയോ ചർച്ചയാവുകയും ചെയ്തിരുന്നു. 21.5 മില്യൺ പേരാണ് 29-കാരനായ ഹരിയാന സ്വദേശിയായ ധ്രുവ റാഠി യൂട്യൂബിൽ ഫോളോവേഴ്സ് ആയിട്ടുള്ളത്. 2024 ഫെബ്രുവരി 22-ന് ഈസ് ഇന്ത്യ ബിക്കമിങ് എ ഡിക്റ്റാറ്റർഷിപ്പ് എന്ന ടൈറ്റിലിൽ ധ്രുവ് പോസ്റ്റ് ചെയ്ത വീഡിയോ അതിവേഗം ട്രെൻഡിങ്ങിൽ കയറി. റഷ്യയുടെ വ്ളാദിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിനോടുമാണ് നരേന്ദ്രമോദിയെ ധ്രുവ് താരതമ്യം ചെയ്യുന്നത്. ധ്രുവ് മാത്രമല്ല, മാധ്യമപ്രവർത്തകനായ രവീഷ് കുമാറും അഭിഷേക് ബാനർജിയും അടക്കമുള്ളവർ ബി.ജെ.പിയെ തുറന്നു കാട്ടി ജനങ്ങളോട് നിരന്തരം സംവദിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും ജനാധിപത്യത്തിന് വേണ്ടി ഉറച്ച ശബ്ദങ്ങളായി തന്നെ ജോലി തുടരുമെന്ന് ആവർത്തിക്കുകയാണ് ഇവർ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഇത്രയേറെ മാറ്റിമറിച്ചതും ഇവരൊക്കെ തന്നെയാണ് എന്ന് പറയാം.